ഇറാനെ കൊണ്ട് തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ് ഇറാൻ ജനത. കളിപ്പാട്ടങ്ങളായുള്ള മിസൈലുകൾ, പോർ വിമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റൂരി വിട്ട കുറെ വിമാനങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അയക്കുന്നത് പലതും ലക്ഷ്യം തെറ്റി പലയിടത്തും വീഴുന്നു. അങ്ങനെ ഇറാൻ മൊത്തത്തിൽ അട്ടപടലം തേഞ്ഞൊട്ടിയിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇറാൻ തീമഴ പെയ്യിപ്പിക്കുകയാണ് ഇസ്രായേൽ. ഇറാൻ കയറി അടിച്ചു. ഇറാനെ ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല. ഇറാൻ ഇസ്രായേലിനെ അമേരിക്കയും തീർക്കും എന്നൊക്കെ പറയുന്നവർ ഇടയ്ക്ക് ചില നാഷണൽ ന്യൂസിൽ കാണുന്ന ചില വാർത്തകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇറാന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അതായത് തലയിൽ കൈവച്ച് ഇരിക്കുകയാണ് ഇസ്രായേൽ. അതായത് ഈ ഇറാന്റെ പൊട്ട ബുദ്ധി അവരെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അറിയാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ഈ തലയ്ക്ക് മൂളയില്ലാത്ത ഒരാളാണ് ട്രംപ് എന്ന് പലപ്പോഴും നമ്മൾ പറയും. കാരണം ട്രംപ് ഇന്ന് രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകുന്നേരം പറയുന്നത്. ഇപ്പോ യുദ്ധമുണ്ടായാൽ തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിഷയമുള്ള കാര്യമല്ല. ട്രംപ് യുദ്ധമുണ്ടാവട്ടെ, യുദ്ധത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളോ യുദ്ധത്തിൽ മരിക്കുന്ന സിവിലിയൻസിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ യുദ്ധം വരുത്തി വെക്കുന്ന ആഗോള പ്രതിസന്ധി, ഇതൊന്നും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഇറാന്റെ ജനതയും ഇസ്രായേലിന്റെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇറാന് മേൽ ആക്രമണം തൊടുത്ത് ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഒക്കെ ഇറാന് നേരെ വളരെ ശക്തമായി ഇസ്രായേൽ നടത്തുമ്പോഴും ഇറാൻ വലിയ ആയുധങ്ങളൊക്കെ പുറത്തെടുക്കുമ്പോഴും അത് ഇറാന് തന്നെ നാശം വിതയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് യുദ്ധാനന്തരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഈ ആയുധങ്ങൾ വിറ്റഴിക്കുകയാണ്. അമേരിക്കയുടെ വ്യവസായ താല്പര്യം എന്ന് പറയുന്നത് അമേരിക്ക ഒരു യുദ്ധം ഉണ്ടാക്കുന്ന എന്തിനാണ്? അവിടെ പ്രയോഗിക്കുന്ന മികച്ച ആയുധങ്ങൾ അത് പിന്നീട് മറ്റ് രാജ്യങ്ങൾ വാങ്ങണം. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമുണ്ടായപ്പോൾ ബ്രഹ്മോസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ അടിവേരിളക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കിരാന ഹിൽസിന്റെ കവാടത്തിലൊക്കെ ബ്രഹ്മോസ് മിസൈൽ ചെന്ന് പതിച്ചു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം 18 രാജ്യങ്ങളാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനായി ക്യൂ നിന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ രാജ്യങ്ങൾ തകരും, സാമ്പത്തികമായി തകരുമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യക്ക് സാമ്പത്തിക നേട്ടമാണ് ഉണ്ടായത്. ഇന്ത്യയുടെ ആയുധങ്ങൾ പലരും വാങ്ങുന്നു, പല കരാറുകളിലും ഒപ്പിടുന്നു. കാരണം പാകിസ്ഥാനെ തകർത്ത ആയുധങ്ങളാണ്. അപ്പോൾ അത് എത്രത്തോളം മികച്ചതാണ് എന്നുള്ളത് ഇന്ത്യക്ക് മനസ്സിലാവും. കാരണം ചൈന കൊടുത്ത പൊട്ട ആയുധങ്ങളൊന്നും പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ട് ഇന്ത്യ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ചൈനയുടെ ആയുധ വിപണി ഇടിയുകയും ഇന്ത്യയുടെ ആയുധ വിപണി കുത്തരവുയരുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെയും ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച സാഹചര്യത്തിൽ ഒരു വശത്ത് അമേരിക്ക ലോക അവസാന മിസൈൽ വിജയകരമായി പ്രതീക്ഷിച്ചിരിക്കുന്നു. മണിക്കൂറിൽ 24,140 കിലോമീറ്റർ വേഗപരിധി, 9,660 കിലോമീറ്റർ ദൂരപരിധി. ഇതാണ് അമേരിക്കയുടെ മിസൈൽ. ഇക്കഴിഞ്ഞ രാത്രിയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോഴിത് ഇറാന്റെ മിസൈൽ ആസ്ഥാനം ആക്രമിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിന് പ്രസിഡന്റ് ഉത്തരവിട്ടു എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനെതിരെ US ഇസ്രായേൽ നടത്തിവരുന്ന സംയുക്ത സായുധ നടപടികളെ കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കിയത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ദൗത്യം. ഇറാന്റെ മിസൈൽ പദ്ധതിയുടെ ദീർഘകാല ശേഷിയും നിർമ്മാണവും പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇറാനിയൻ നാവികസേനയെ മുഴുവൻ മുക്കിക്കളയുന്ന ദൗത്യത്തിൽ നിന്ന് US സേന പിന്മാറില്ല എന്ന് കൂപ്പർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ വിമാനവാഹിനി കപ്പലിന്റെ വലിപ്പമുള്ള ഡ്രോൺ വാഹിനിയാണ് തങ്ങൾ ലക്ഷ്യമിട്ടത്. സൈനിക നീക്കത്തിന്റെ ദൃശ്യങ്ങൾ സെൻകോപ്പ് പുറത്തുവിട്ടു. വീഡിയോയിൽ ഇറാനിയൻ കപ്പൽ അവരുടെ യുവസേനയുടെ നേരിട്ടുള്ള ആക്രമണത്തിന്റെ പുകയിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ ഏകദേശം 200 ഇറാനിയൻ ലക്ഷ്യങ്ങൾ അമേരിക്ക നേരിട്ട് ആക്രമിച്ചു. ഇതാണ് കൂപ്പർ വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഡ്രോൺ ആക്രമണ ശേഷി കുറഞ്ഞു എന്നാണ് കൂപ്പർ പറയുന്നത്. മറുവശത്ത് ആക്രമണങ്ങളിൽ പലപ്പോഴും അമേരിക്കയ്ക്ക് ഉന്നം പിഴയ്ക്കുന്നു. പ്രസിഷൻ ആക്രമണങ്ങൾക്ക് പേരുകേട്ട സേനയാണ് ഇസ്രായേലിന്റേത്. എന്നാൽ അമേരിക്കയ്ക്ക് പലപ്പോഴും പാകപ്പിഴകൾ സംഭവിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇറാനിലെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് നേർക്കുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയ
ആ ആക്രമണം ലക്ഷ്യം തെറ്റി സ്കൂളിന് നേർക്ക് ബോംബുകൾ പാഞ്ഞു ചെന്നത് എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തുവന്നത്. എന്നാൽ ഇപ്പോൾ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് നേർക്കുള്ള ആക്രമണത്തിന് പിന്നിൽ US സൈന്യമാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്ക ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഈ സംഭവത്തിൽ US സൈനിക വിഭാഗം പ്രത്യേക അന്വേഷണം നടത്തുന്നു. തങ്ങൾ അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല, റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ആക്രമിച്ചത് ആരാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയൂന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ സ്കൂളിൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കൻ സേനയാണെന്ന് ഒട്ടനവധി വാർത്തകളാണ് പുറത്തു വരുന്നത്. സ്കൂളിൽ ഉണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യത്തിന് പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസ് സ്കൂളിന് സമീപത്തുള്ള ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ നാവിക താവളത്തിന് നേർക്ക് US ആക്രമണം നടത്തി ലക്ഷ്യം തെറ്റി അവ സ്കൂളിൽ നേർക്ക് പതിച്ചതാണ്, സ്കൂളിലേക്ക് ആക്രമിച്ചു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ലക്ഷ്യം തെറ്റി ബോംബ് പതിച്ച 150-ലധികം കുട്ടികളാണ് ആക്രമണത്തിൽ ജീവനഷ്ടമായത്. ആക്രമണത്തിൽ UN മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം അപലപിച്ചിരുന്നു. ഇതിനിടയിലാണ് അമേരിക്കയ്ക്ക് പലപ്പോഴും തങ്ങളുടെ ആക്രമണത്തിൽ ഉന്നം തെറ്റുന്നു എന്ന വാർത്തകൾക്കിടയിൽ ഇറാൻ അമേരിക്കയും ഇസ്രായേലിനെ കബളിപ്പിക്കുന്ന ചില വാർത്തകളാണ് രസകരമാവുന്നത്. ഇക്കഴിഞ്ഞ ദിവസം IDF ഒരു ഇറാനിയൻ ഹെലികോപ്റ്ററിന് നേർക്ക് വെടിയുതിർക്കുന്നു. ആ ദൃശ്യങ്ങൾ പങ്കുവച്ചു. എന്നാൽ ആ ദൃശ്യങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ചിലർ അന്വേഷിക്കുകയാണ്. യഥാർത്ഥ ഇറാനിയൻ ഹെലികോപ്റ്ററിന് പകരം ഇസ്രായേൽ സൈന്യം വെടിവെച്ചത് പെയിന്റ് ചെയ്ത ഒരു ഡെക്കോയെ മാർച്ച് 4-ാം തീയതി IDF ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പോസ്റ്റ് ചെയ്ത ഗ്രൈനി ഇൻഫ്രാറെഡ് ഫൂട്ടേജിൽ ഇറാനിലെ 2 സ്ഥലങ്ങളിൽ സ്ഫോടനം നടക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഇറാനിയൻ ആസ്തികളും കെട്ടിടങ്ങളും ഒക്കെ നശിക്കുന്നത് കാണാം. എന്നാൽ ആക്രമണത്തിൽ യഥാർത്ഥ ഹെലികോപ്റ്റർ അല്ല ആക്രമിക്കപ്പെട്ടത്, മറിച്ച് വെറും ഡെക്കോയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പരിഹാസം. കുട്ടികൾ നിറഞ്ഞ സ്കൂളുകളിൽ ബോംബിടുന്നതിലും നിലത്ത് ചോക്ക് പെയിന്റുകൾ വരച്ചവയ്ക്ക് നേരെ ബോംബ് വർഷിക്കുന്നതിൽ നിങ്ങൾ വിരുദ്ധരാണെന്ന് ഇസ്രായേലിനെ ചിലർ കളിയാക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിനെയും അമേരിക്കയെ ലക്ഷ്യം തെറ്റിക്കാനായി പല നീക്കങ്ങളും ഇറാൻ ചെയ്യുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇറാനിൽ ഏകദേശം 9 കോടിയിലധികം ജനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അത്തരം മാത്രമല്ല ഇറാനിലെ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിനേക്കാൾ ഒരു പിടി മുകളിലാണ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ. പക്ഷേ അമേരിക്ക ലോക പോലീസാണ്. അമേരിക്കയിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്, യുദ്ധ വിമാനവാഹിനി കപ്പലുകളുണ്ട്. അമേരിക്ക ഒരുപാട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, ഉണ്ടാക്കുന്നു, നിർമ്മിക്കുന്നു. അങ്ങനെ അമേരിക്കയുടെ കയ്യിൽ വേഗത കൂടിയ ദൂരവ്യാപ്തിയുള്ള ഒരുപാട് മിസൈലുകളുണ്ട്. ഇതൊക്കെ കൊണ്ട് അമേരിക്കയ്ക്ക് നിഷ്പ്രയാസം ഇറാനെ തകർക്കാൻ കഴിയുമെന്ന് അമേരിക്ക വിചാരിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ചില നീക്കങ്ങൾ അമേരിക്കയും ഇസ്രായേലിനെയും ഞെട്ടിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആത്യന്തികമായി ഇറാൻ ഒരു പരാജയം, ഇറാന്റെ അടിവേര് ഇറാൻ തന്നെ ഇറക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.